എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഇനി +2 എന്ന ലൈഫ് കഴിഞ്ഞ് ഡിഗ്രി എന്ന കാലഘട്ടത്തിലേക്ക് ഡിഗ്രിക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് ഉള്ളൊരു വീഡിയോ ആണ് തീർച്ചയായും പങ്കുവെക്കാനുള്ളത്. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MGU സർവകലാശാലകളിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്കും മറ്റ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടും. അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ കേരളത്തിലെ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ 4 സർവകലാശാലകൾ, കേരള സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന 4 സർവകലാശാലകളാണ് കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG യൂണിവേഴ്സിറ്റികൾ. ഇതിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. കാലിക്കറ്റ്, കേരള, MG യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ വിളിക്കുന്ന മുറയ്ക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അത് നമ്മൾ അറിയിക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ്, ഡിഗ്രി അഡ്മിഷൻ ആവശ്യമായ സമയത്ത് നമ്മൾ നമ്മളവിടെ പ്രൊസീഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ വേണ്ടത് +2 സർട്ടിഫിക്കറ്റാണ്. പക്ഷേ എന്നാൽ ഈ വർഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഒരു മാർക്ക് ലിസ്റ്റ്. ആ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ ഈ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. അതായത് +2 സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്താൽ മതി, +2 നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ആ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രവേശന സമയത്ത് ഹാജരാക്കിയാൽ മതി. പിന്നെ SLC സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു വേരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഈ 2 സാധനങ്ങളൊക്കെ ഹാജരാക്കേണ്ടതായിട്ടുള്ളത്. പിന്നീട് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടതെന്ന് വെച്ചാൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അത് ചിലയിടത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലയിടത്തൊക്കെ മേടിക്കുന്നുണ്ട്. അതായത് എടുത്ത് കൈ വെച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻ്റ് വേണ്ടത്, നിങ്ങൾ NSS, NCC പോലെയുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ആ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കുമല്ല. NSS, NCC പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ EWS ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സംവരണം അനുവദിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന EWS എക്കണോമിക് വീക്കർ സെക്ഷന് അണ്ടറിൽ വരുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഹാജരാക്കേണ്ട മറ്റ് രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡ് വേണം. അഡ്മിഷൻ ടൈമിൽ നിങ്ങളുടെ 2 ഫോട്ടോ അത്യാവശ്യമാണ്, ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ രേഖകളെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ രേഖകളൊന്നും അധികമായിട്ട് അങ്ങനെ ആവശ്യമൊന്നുമില്ല. കൂടുതലും വിദ്യാർത്ഥികൾ തന്നെയാണ് ചോദിക്കാറുള്ളത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം SLC, +2 അതുപോലെ തന്നെ ഏതാണ്ട് ഇത്രയൊക്കെ സാധനങ്ങളാണ് അഡ്മിഷൻ ടൈമിൽ ബന്ധപ്പെടേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസേബിലിറ്റി ഉള്ളവർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അങ്ങനെയുള്ളവർ മാത്രമാണ് ഹാജരാക്കേണ്ടതുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു, SLC പറഞ്ഞു, +2 പറഞ്ഞു, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഏതാണ്ട് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ അവയെല്ലാം നിങ്ങൾ എടുത്ത് വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഹാജരാക്കേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുമ്പോഴാണ് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ, ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്, പിന്നെ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നിങ്ങൾ പേയ്മെൻ്റ് അടച്ച റെസീറ്റ്. ഇവയൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല. പക്ഷേ എപ്പോഴാണ് ലഭിക്കുന്നത്, നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാൻഡറ്ററി ഫീ അടയ്ക്കാനുണ്ട്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലായാലും ഒരു മാൻഡറ്ററി ഫീ അടയ്ക്കാനുണ്ട്. ആ ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ ഫീസ് അടച്ചു കഴിയുമ്പോൾ അതിൻ്റെ റെസീറ്റ് എടുത്ത് വെക്കണം. നിങ്ങൾ അഡ്മിഷനായി അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കുമ്പോൾ അതിൻ്റെ റെസീറ്റ് എടുത്ത് വെക്കണം. നിങ്ങൾ രജിസ്ട്രേഷൻ അടയ്ക്കുമ്പോൾ രജിസ്ട്രേഷൻ ഒരു 600 to 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്. അതിൻ്റെ റെസീറ്റ് നിങ്ങൾ എടുത്ത് വെക്കണം. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മാൻഡറ്ററി ഫീ വരും. ഏതാണ്ട് 1000 മുതൽ 2000 വരെ, 1000 മുതൽ 2000 വരെയാണ് ഈ മാൻഡറ്ററി ഫീ വരുന്നത്. ഓരോ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോഴും അത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതടച്ചതിന് ശേഷം, അത് അഡ്മിഷൻ ലഭിക്കുന്നവരാണ്, അതടച്ച ശേഷം ആ റെസീറ്റ് നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. ഇതടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. നിങ്ങൾക്ക് +1 പോയപ്പം അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയില്ലേ, അതുപോലെ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. ഈ സാധനങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടത്.
തീർച്ചയായും ഇതിൻ്റെ ഫീ സ്ട്രക്ചർ ഹൗ ടു അപ്ലൈ എന്ന് ചോദിക്കുവാണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ വെബ്സൈറ്റാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിക്ക് കേരള യൂണിവേഴ്സിറ്റി സൈറ്റുണ്ട്, എം ജി യൂണിവേഴ്സിറ്റിക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടേതായ സൈറ്റുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേതായ സൈറ്റുമുണ്ട്. എന്നാൽ നിങ്ങൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചപ്പോൾ നിങ്ങൾ ഡിഗ്രിയിലേക്ക് വരുമ്പോഴും ഇവിടെ വലിയൊരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് ഓൾ കേരളയായിരുന്നു. അതായത് ഒറ്റ വെബ്സൈറ്റിലോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങോട്ട് വേണമെങ്കിലും അപേക്ഷ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ വെബ്സൈറ്റിലൂടെയാണ് തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മറ്റ് ജില്ലയിലേക്ക് വരെ അല്ലെങ്കിൽ മറ്റ് ജില്ലകളുടെ സ്കൂളുകളിലേക്ക് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഡിഫറൻ്റാണ്. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. എന്നാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കും കൂടി അപേക്ഷിക്കണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു അപേക്ഷ നൽകുകയും വേണം വെബ്സൈറ്റിലൂടെ തന്നെ. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇപ്പം നിങ്ങൾ 2-3 ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പ്രശ്നമില്ല, കാലിക്കറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല, കണ്ണൂർ മാത്രം മതിയെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ചില വിദ്യാർത്ഥികൾക്ക് എന്തുണ്ട് 2-3 യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന അതേ ഒരു സ്റ്റുഡൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കും അപേക്ഷിക്കണമെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥിനികൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രണ്ടിനും പ്രത്യേക രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രവേശനം ലഭിച്ചാൽ 2 യൂണിവേഴ്സിറ്റിക്കും ഫീസ് ഉണ്ട്, അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ട്, പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്, ഫീസും ഉണ്ട്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഫീ സ്ട്രക്ചറും മറ്റ് കാര്യങ്ങളെല്ലാം തീർച്ചയായും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ കിടക്കുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന അത്ര തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളും തീർച്ചയായും നിങ്ങളെ അറിയിക്കാം. ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരുമായി നമസ്കാരം. ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.